ഇത് ആരാണ് അമ്മന്റെ സമ്മാനം ഓണത്തിന്? അച്ഛൻ എപ്പോഴൊരു അച്ഛൻ എപ്പോഴും കറുപ്പ് ഷർട്ടും കറുപ്പ് പാൻറ്റൊക്കെ. അപ്പൊ പാൻറ്റൊക്കെ മാറ്റി ചിലപ്പോ കളറൊക്കെ മാറ്റും. ഷർട്ട് ഒട്ടും കളറ് മാറ്റില്ലേ. ഇതുപോലത്തെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ എടുക്കും, കൊച്ചിടും. ഇനി അതേ തുണി തന്നെ പിന്നെയും പോയി എടുക്കും. അപ്പൊ കളറൊക്കെ മാറ്റിട്ട് നോക്കി ഇഷ്ടപ്പെട്ടോന്ന് അച്ഛൻ നല്ല ഷർട്ട് ഇഷ്ടപ്പെടില്ല. അത് തൊടുത്ത ആ ചാക്ക് അച്ഛൻ്റെ അച്ഛന് ഒരേ പോലെ ഉണ്ട് ഷർട്ട്. ആ എടുത്ത് തരുമ്പല്ലേ ഓണത്തിന് ഓണക്കോടി എടുത്ത് സന്തോഷിക്കല്ലേ വേണ്ടി. വീതിയൊക്കെ ഉണ്ട്, ആവശ്യത്തിന് വീതി ഇല്ലേ അല്ലേ? ആവശ്യത്തിന് വീതി ഉണ്ട് കണ്ടോ. ഷർട്ട് അടിപൊളി തുണിയാട്ടോ. പക്ഷെ അച്ഛന് പറ്റില്ല. അച്ഛന് ഈ കട്ടിയുള്ള തുണി ഞാൻ പറഞ്ഞില്ലേ 300 രൂപയിൽ കൂടുതൽ ഷർട്ട്. അങ്ങനെ നോക്കി പറയും കണ്ടോ ഒപ്പിക്കാന്ന്. അതാണ് ചിലർക്ക് അങ്ങനെ നമ്മൾ എത്ര നല്ലതൊന്നും തൃപ്തിയാവില്ലേ. ഷർട്ടൊക്കെ നല്ല ഷർട്ടാട്ടോ. ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഷർട്ട്. പക്ഷെ ഇതിപ്പോ കളർ എന്താ ഇഷ്ടപ്പെട്ടില്ല? ഇത് ഒരു ദിവസം ഇടാന്നൊക്കെ നല്ല ഷർട്ട് കേട്ടത്. അച്ഛൻ 3 എണ്ണം എടുക്കുന്നതിലും തോന്നിയില്ല. അല്ലേ നോക്കി പറ്റും ഒപ്പിക്കാന്ന്. അച്ഛന് പറ്റില്ല. എങ്ങനത്തെയൊക്കെ പറ്റും. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും ഓണത്തിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഇനിയിപ്പോ അങ്ങനത്തെ വിശേഷം ഇനിയിപ്പോ എന്തെങ്കിലും സൈസ് ആക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോപ്പിലേക്ക് പോകുകയല്ലേ. അപ്പൊ കൊണ്ട് കുറച്ച് അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കും. നിങ്ങൾ രണ്ടാളും വ്ളോഗായിട്ട് അമ്മ മാത്രം എടുത്ത് അമ്മന്റെ വ്ളോഗാണ് ശരിക്കും. ഞാൻ പറഞ്ഞില്ലേ പറയും എന്തൊക്കെയുണ്ട് ഓണത്തിന്റെ വിശേഷം ഉണ്ടെന്ന് പറയും. ഓണത്തിന് പണിത്തിരക്കാ എനിക്ക് പോകാൻ വേണ്ടിയിരിക്കുക. വ്ളോഗ് ചെയ്യല്ല. അച്ഛൻ പീടിയിൽ പോയതാട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ. എന്നിട്ട് വന്നത് 1:30 2 മണിക്ക്. പിന്നെ അപ്പോഴും ഇവിടെ കറി ആയിട്ടില്ല. ഇവന്റെ വീടിയും അതിന് തിരക്കിലൊക്കെ കൂടി. എന്നിട്ട് വേഗം ഇപ്പൊ കറിയാക്കി ചോറ് വെച്ച് അപ്പം അച്ഛൻ പോകുന്നതാ. അപ്പോഴും ഞാൻ പറഞ്ഞു ഇന്നത്തെ ഗിഫ്റ്റ് ഉണ്ട്, അതും കൂടി വാങ്ങിച്ചിട്ട് പോയി. ഇതിപ്പോ ഷോപ്പിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും സൈസ് ആക്കാൻ ആക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ തിരക്കിൽ. അച്ഛനെ ഗിഫ്റ്റ് അച്ഛൻ തന്നു അമ്മക്ക് ഗിഫ്റ്റ് ഓണായിട്ട്. അച്ഛൻ എനിക്ക് ഒരു ഗിഫ്റ്റ് ഇന്ന് വരെ തന്നിട്ടില്ല കേട്ടോ. അച്ഛൻ തന്നെ അമ്മക്ക് വലിയ ഗിഫ്റ്റ് അല്ലേ. എന്ത് എല്ലാം ചെയ്തു തരുന്നില്ലേ. ഈ ഒരു പ്രായത്തിൽ ആര് കിട്ടും? അച്ഛൻ രാവിലെ എണിച്ച് ക്യാമറ എടുത്ത് അമ്മ പറയുന്നതിനനുസരിച്ച് മീൻ മേടിക്കാൻ പോകുന്നു. മാക്സിന്റെ അവിടെ പോകുന്നു. അച്ഛൻ ആളെ ആകെ മാറിയില്ലേ. നല്ല അച്ഛനാണ്. ഗിഫ്റ്റ് വേറെ തുണിയൊന്നും അതിലൊന്നും എന്ത് അർത്ഥം ഇരിക്കുന്നില്ലേ. പക്ഷെ ഓണം ആയതുകൊണ്ടാണ് ഞാൻ പാന്റ് ഷർട്ടൊക്കെ എടുത്ത് കൊടുത്തത്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ വിശേഷം. ഇപ്പൊ നാളെയും മറ്റന്നാളൊക്കെ നല്ല തിരക്കിൽ തന്നെ ആയിരിക്കും. എന്തായാലും ഈ വീഡിയോ ഓണത്തിന് നല്ല അമ്മന്റെ ബ്ലോഗ് വരുമോ? കുറെ ഞാൻ നോക്കട്ടെ. നോക്കട്ടെ നല്ല അടിപൊളി ബ്ലോഗ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ നോക്കാം അല്ലേ. ഞങ്ങളൊരു വഴിക്ക് ഇറങ്ങിയാട്ടെ. അപ്പൊ ഞങ്ങൾ തീരെ വരുന്നില്ല ക്യാമറ. അത് ഫുള്ള് അച്ഛന്റെയും അമ്മന്റെയും ആണ് ലോകമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അല്ലേ. എന്തായാലും വരും കാണുക. അച്ഛൻ അത്രയൊക്കെ അറിയുള്ളൂ. ഓക്കെ ടാറ്റ പറ. ബൈ പറഞ്ഞോളൂ.